ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 259. പൗലോസിൻ്റെ ഏകാന്തത ഇവിടെ തുടരുകയാണ്. കൂടെ ലൂക്കോസ് മാത്രമാണുള്ളത്. മറ്റൊരു ഏകാന്തത കൂടെ പൗലോസിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് തൻ്റെ ചില പുസ്തകങ്ങളാണ്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ തുകൽച്ചുരുളുകൾ. അതവിടെ ത്രോമാസിൽ കർപ്പോസിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അതൊന്ന് വായിച്ച് ആശ്വസിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. ചില സങ്കീർത്തനങ്ങൾ ആലപിക്കുവാനും തനിക്ക് കൊതിയുണ്ട്. അടുത്ത വിസ്താരത്തെ പറ്റിയുള്ള ചിന്തയും മനസ്സിൽ നിറഞ്ഞു നിന്നു. ഇതിൻ്റെ വിധി ഊഹിക്കാവുന്നതേ ഉള്ളൂ. റോമിന് തീവച്ച കേസാണത്. മരണശിക്ഷ തന്നെയാവും ലഭിക്കുക. ഇതോടൊപ്പം മനസ്സിൽ മുന്നിട്ട് നിന്ന ഒരാഗ്രഹമുണ്ട്. അങ്ങകലെ എഫെസോസിലുള്ള തൻ്റെ പ്രിയ മകൻ തിമോത്തിയോസിനെ ഒന്ന് കാണണം. വിഷാദത്തിൻ്റെ കാർമേഘങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ ഒരു വെള്ളിരേഖയാണോ ആ യുവാവ്? അതെ, മുഖാമുഖം കണ്ട് പലതും പറയുവാനുണ്ട്. സ്വതവേ അല്പം ഭീരുവും ലജ്ജാശീലനുമാണ് തിമോത്തിയസ്. എങ്കിലും പൗലോസിൻ്റെ ആത്മീക കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പൗലോസിനൊരു ആത്മീയ പിതാവിന് തുല്യമായി താൻ തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് സഭയുടെ ഭാവി മാനുഷികമായി പറഞ്ഞാൽ ഒരു പരിധിവരെ തിമോത്തിയോസിൻ്റെ കൈകളിലാണ് പൗലോസ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഒരു മഹത്തായ ചരിത്രധർമ്മം നിർവഹിച്ച് രംഗം വിടുന്ന ഒരു യോദ്ധാവിന് ഒരു വിശ്വസ്തനായ പിൻഗാമിയെ കാണാനുള്ള ആവേശം നിശ്ചയമായും ഉണ്ടായിരുന്നു. തിമോത്തിയോസിനെ കണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുവാനുമുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒരെഴുതുവാൻ തീരുമാനിച്ചു. അങ്ങനെ എഴുതുവാനുള്ള കാര്യങ്ങളൊക്കെയും സമ്പാദിച്ചു. ലൂക്കോസ് പൗലോസിൻ്റെ വാചകങ്ങൾ പൗലോസിന് കേട്ട് എഴുതി. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2-ാം ലേഖനം. മാമേർട്ടിൻ ജയിലിൽ ഒരു ചെറിയ ശിലാപീഠം ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അതിലാണ് ഈ എഴുത്തുകൾ എഴുതുവാൻ പൗലോസിന് സൗകര്യമൊരുക്കിയത്. എഫെസോസിലെ സഭാശുശ്രൂഷകനായ തിമോത്തിയോസിന് അവസാനമായി നൽകുവാനുള്ള പ്രബോധനങ്ങളും പ്രോത്സാഹനവുമാണ് എഴുതുവാനുള്ള ഏക ലക്ഷ്യം. പടനായകനായ ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിച്ചിട്ട് അതുപോലെ ആകുവാൻ തിമോത്തിയോട് പ്രബോധനം നൽകുന്നു. 5 ഭാഗങ്ങളായി 2 തിമോത്തിയെ വേർതിരിക്കുന്നു. അതിലാദ്യത്തേത് പൗലോസ് തിമോത്തിയോസ് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. രണ്ടാമത്തേത് വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിശ്വസ്ത ദൈവദാസൻ്റെ പാത കാണിച്ചു കൊടുക്കുന്നു. മൂന്നാമതായി വിശ്വാസത്യാഗം പ്രവചിക്കപ്പെടുന്നു. അതെ, വിശ്വാസിയുടെ ശക്തി കേന്ദ്രം അത് തിരുവെഴുത്താണ്. മറ്റൊന്ന് ഒരു വിശ്വസ്തനായ ദാസനും അവൻ്റെ വിശ്വസ്തനായ കർത്താവും എന്ന നിലയിലാണ്. ഒടുവിൽ സമാപനം ആശീർവാദവും പറഞ്ഞ് ആ കത്ത് അവസാനിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തനീയമായി വരുന്നു. പൗലോസ് ഏറ്റവും ഒടുവിൽ എഴുതിയ ലേഖനമായി ഇത് പരിഗണിക്കപ്പെടുന്നു. മാത്രമല്ല, ഇതിൽ പൗലോസ് തൻ്റെ നിര്യാണകാലം ആസന്നമായിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നു. പൗലോസിൻ്റെ 3 ഇടയലേഖനങ്ങളിൽ ഒന്നാണ് ഇതെങ്കിലും ഇത് പ്രധാനമായും വ്യക്തിപരമാണ്. എല്ലാവരും തന്നെ കൈവിട്ടു എന്നൊരു പരാതിയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ഭൂമിയിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. തിരുവചന സത്യങ്ങളെ മുറുകെ പിടിക്കുക എന്നതാണ് ഇതിലെ പ്രധാന വിഷയം. ഇതെഴുതുന്നതൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. AD 54 മുതൽ 68 വരെ റോമൻ സാമ്രാജ്യം ഭരിച്ച നീറോ ചക്രവർത്തി ഒരു വലിയ ശില്പകലാ വിദഗ്ധനായിരുന്നു. റോമാ നഗരം നയനമനോഹരമാക്കി പുതുക്കി പണിയുവാൻ നീറോ ചക്രവർത്തി തീരുമാനിച്ചു. നഗരവികസനത്തിന് തടസ്സമായ അനേകം ചെരി പ്രദേശങ്ങൾ തീവച്ച് നശിപ്പിക്കുവാൻ AD 64 നീറോ കൽപ്പന കൊടുത്തു. അങ്ങനെ റോമാ നഗരം വെന്തൊരിയുമ്പോൾ ഈ ക്രൂരചിത്തനായ നീറോ വീണ വായിച്ച് രസിച്ചു എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അഗ്നിബാധയുടെ ഉത്തരവാദികൾ നീറോ തന്നെയാണെന്ന് ജനം മനസ്സിലാക്കിയെങ്കിലും അത് പൊതുജനത്തിൻ്റെ വികാരമായി മാത്രം കാണുകയും തനിക്കെതിരെ അത് തിരിയാതിരിക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളാണ് അഗ്നിബാധയ്ക്ക് ഉത്തരവാദികളെന്ന് നീറോയുടെ സേവകന്മാർ നാടുകളെ പറഞ്ഞു പരത്തുകയും ചെയ്തു. എങ്ങനെയും ക്രിസ്ത്യാനികളെ ഉന്മൂലനാശം വരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു നീറോയുടെ ചിന്ത. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.